കൈക്കൂലി കേസിൽ പ്രതി ചേർക്കപ്പെട്ട തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് രാജിവെക്കണമെന്ന് നിർദ്ദേശിച്ച സിപിഎം. സ്കൂൾ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട കൈക്കൂലി കേസിൽ ആരോപണ വിധേയനായതിനെ തുടർന്നാണ് നടപടി. അസിസ്റ്റന്റ് സിവിൽ എഞ്ചിനീയർക്ക് കൈക്കൂലി നൽകാൻ സ്കൂൾ മാനേജരെ സനീഷ് പ്രേരിപ്പിച്ചു എന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. സനീഷ് ജോർജിനെ ഇന്ന് വിജിലൻസ് ചോദ്യം ചെയ്തേക്കും. തൊടുപുഴയിൽ നിന്ന് സാഗർ ചേരുന്ന വിവരങ്ങളുമായി. സാഗർ, എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? എന്താണ് സിപിഎം ആവശ്യപ്പെടുന്നത്? കഴിഞ്ഞ ദിവസമാണ് സ്കൂൾ കെട്ടിടത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിനായി 1 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ തൊടുപുഴ മുനിസിപ്പൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ CT അജിയും ഇതിന് ഇടനിലക്കാരനായ റോഷനും വിജിലൻസിന്റെ പിടിയിലായത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജിന്റെ നിർദ്ദേശപ്രകാരമാണ് കൈക്കൂലി നൽകിയതെന്ന് വിജിലൻസ് കണ്ടെത്തിയത്. ഇതിൽ 2ാം പ്രതിയാണ് നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ്. ഇതിന്റെ ഭാഗമായി സനീഷ് ജോർജിനെ ഇന്ന് ചോദ്യം ചെയ്യുവാനായി വിജിലൻസ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഈ കൈക്കൂലി കേസ് പുറത്തു വന്നതിന് പിന്നാലെ തന്നെ കൂടുതൽ പേർ ആരോപണങ്ങളുമായി രംഗത്ത് എത്തിയിരുന്നു. ഇത് LDFന്റെ പ്രതിച്ഛായയെ ബാധിച്ചെന്ന് ഇടതു പാർട്ടികളുടെ വിലയിരുത്തൽ ഉണ്ടായി. ഇതിനെ തുടർന്ന് ഇന്നലെ വൈകിട്ട് തൊടുപുഴയിൽ മുനിസിപ്പൽ തല യോഗം ചേർന്നിരുന്നു CPMന്റെ നേതൃത്വത്തിൽ. ഈ യോഗത്തിൽ തൊടുപുഴ നഗരസഭയിലെ CPM കൗൺസിലർമാരും മറ്റ് നേതാക്കളും പങ്കെടുത്തു. ഇതിൽ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് രാജിവെക്കണമെന്ന പൊതുവികാരമാണ് ഉണ്ടായത്. ഇത് ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസിന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം. ഈ യോഗത്തിലുണ്ടായ ഒരു തീരുമാനം നഗരസഭാ ചെയർമാൻ രാജിവെക്കണമെന്നാണ്. ഇത് നഗരസഭാ ചെയർമാനെ പാർട്ടി നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. ഇന്ന് രാജിവെക്കുമെന്നാണ് ചെയർമാൻ പാർട്ടിയെ അറിയിച്ചത്. അതുപോലെ തന്നെ ഇന്ന് വിജിലൻസിന് മുന്നിൽ ഹാജരാകുവാൻ സനീഷ് ജോർജിന് നോട്ടീസും നൽകിയിട്ടുണ്ട്. ഇന്ന് രാവിലെ 11 മണിയോടെ വിജിലൻസിന് മുന്നിൽ ചെയർമാൻ ഹാജരാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. എന്തായാലും ഇന്ന് തന്നെ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് രാജിവെക്കുമെന്ന് തന്നെയാണ് പാർട്ടി നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, നന്ദി. സാഗറാണ് വിവരങ്ങൾ പങ്കുവച്ചത്.